കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ എന്താ കുഞ്ഞാപ്പോ ഞാൻ പേടിച്ചിട്ട് ഇവിടെ ഒന്നാണ് എന്താ വർത്തനം കിട്ടിയത് എന്താണ് പറഞ്ഞത് ഞാൻ അപ്പം ചൂടാനൊക്കെ സഹായിച്ചതാണ് ഉമ്മ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇന്നലെ പത്തിരി ഉണ്ടാക്കിയപ്പോ ഞാൻ കുഴച്ചൊക്കെ കൊടുത്ത് ഉമ്മാരൊക്കെ ചളിയാക്കിക്കണ് കജ്ജും കേൾക്കാതെ ആക്കി അറിഞ്ഞിട്ട് ആ പൊടിയൊക്കെ നാസാക്കിയടാ പിന്നെ ചീത്ത അറിഞ്ഞ്. അപ്പൊ ഞാൻ ഇന്ന് കജ്ജൊക്കെ കയറ്റി ചെന്ന് അപ്പോൾ ഉമ്മ സമ്മതിക്കല്ല ഇജ്ജിപ്പ കജ്ജി കേക്കല് ഇജ്ജൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആക്കി. ഞാൻ ഉമ്മാനെ വേഗം സഹായിക്കാണ്ടിട്ട് ഞാൻ ചാറ്റിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത്. എന്നാലേ അതിന് വർത്തനം കേട്ടിരുന്നു. അതിന് വർത്താനം പറയാ ഇമ്മാരെ തൊള്ള കഴിച്ചിട്ട് കാര്യം ഉപ്പ് കൂടിയത് ശരി. അപ്പൊ ഞാൻ സഹായം ചെയ്തപ്പോ ഉമ്മാക്ക് പറ്റുന്നു. അടി കിട്ടാത്ത ഭാഗ്യന്റെ ഉള്ള ഉപ്പൊക്കെ ഇട്ട് കഴിപ്പിച്ചിട്ടുണ്ടാവൂല. അപ്പൊ ഉമ്മ ഒരു പനിയും ചെയ്യാൻ സമ്മതിക്കണില്ല. കിട്ടിയെന്ന് തിന്നിട്ട് ഉണ്ടായിരുന്ന പോലെ എനിക്ക് അനക്ക് കിറ്റൊക്കെ കിട്ടിയാ എവിടുന്ന് കിറ്റൊക്കെ കൊടുക്കണ്ടല്ലോ. കിട്ടിച്ചോ? ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അമ്മക്ക് വേണമെന്നില്ല. മാമന്റെ മക്കളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഉമ്മ പറഞ്ഞേ അത് ഞമ്മക്കും തരില്ലടാ. അതേമാതിരി പണക്കാർക്കുള്ള കിറ്റൊക്കെ പൈസക്കാർക്കുള്ള പൈസക്കാർക്കുള്ള പാവങ്ങൾക്ക് വരുണ്ടല്ലോ ബാപ്പുട്ടിയാക്ക ഒരു കുഞ്ഞാപ്പുട്ടിയാക്കാക്ക് കൊടുത്തു വലിയൊരു കിറ്റ്. അപ്പൊ ഞാൻ എന്നോട് പറയാം കുഞ്ഞാപ്പുട്ടിയാക്കാന്റെ രണ്ട് മക്കളെ നിർത്തിയില്ലാണ്. അപ്പൊ ബാപ്പുട്ടിയാക്ക കുഞ്ഞാപ്പുട്ടിയാക്ക് കൊടുത്ത് അത് ഒരു പണക്കാരെ അമ്മയുള്ള കിറ്റാവൂല്ലേ. അതങ്ങനെ തന്നെയാണ്. നമ്മൾ പാവങ്ങൾക്കൊന്നും തരൂല ഓര്. ഉമ്മ അന്ന് മേടിക്കാത്തണ്ട കൊടുത്തോട്ടെ. ചിലവര് പോയ പിന്നെന്താണ് ഇത് എന്തിനാ കൊടുക്കണേ? നല്ല പേരെടുക്കാനും കൊടുക്കുന്നുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കൊടുക്കുന്നുണ്ട്, എല്ലാ രീതിയിലും കൊടുക്കണേ. പേര് നേടാൻ കൊടുക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട് കേട്ടോ. പേരെടുക്കാൻ കൊടുക്കുന്നവരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. നമ്മളതൊന്നും ആഗ്രഹിക്കണ്ട കുഞ്ഞാപ്പോ. കിട്ടിയാ പഠിക്കുമല്ലേ? പിന്നെ പേടിക്കാതിരിക്കോ? ആകെ പോട്ടെ. എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് എന്റെ ആയപ്പാട്? നോമ്പായിട്ട് എന്താ ഉമ്മാക്ക്? അത് ശരി. നോമ്പുണ്ട് എനിക്ക്. അതൊക്കെ പാട്ടേക്ക് വന്നത് അല്ല, നോമ്പിന് കാര്യം പറഞ്ഞപ്പോ ചിന്ത വാക്കും. അല്ല, നോമ്പറക്കാൻ പോണം. ഇന്നലെ പോയിട്ട് പോയത്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് ഇനിയും പോണം. നോമ്പറക്കലുണ്ടാവും ഈ മാസം. പോണത്ര നോമ്പറക്കാൻ. അപ്പൊ ഉമ്മാനോട് പറഞ്ഞു ഇന്നോട് ഉമ്മാനോട് വരാൻ പറഞ്ഞത്. ഉമ്മാനെത്ര കുഞ്ഞാപ്പോണ്ട് പോരെ നോമ്പറന്നിട്ട് നാളെ ഞാൻ പോവാന്ന്. അപ്പൊ ഞങ്ങളവിടെ നാളെ നിൽക്കും. അപ്പൊ ഈ നോമ്പ് 30 ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ടല്ലേ? അങ്ങനൊന്നും ഇല്ലട്ടാ. ഉമ്മ അതാടെ അപ്പം ഉണ്ടാക്കണ്ടല്ലോ. ശരി. അനക്ക് നോമ്പ് നോച്ചൂടെ? ചെയ്യും. അമ്മനോട് പറയട്ടാ. എന്റെ അമ്മ എല്ലാം തന്നെ ദേഷ്യം പിടിച്ചിട്ടാണ്. ഞാൻ അപ്പൊക്കെ അടുക്ക് ഇതാക്കി അറിഞ്ഞിട്ട് തിന്നാൻ കിട്ടൂലേ? വല്യമ്മ നാളെ വരൂട്ടാ. ഇന്നിവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതില്ലേ? നാളെ തന്നെ വരിക. ഞാൻ ഓർമ്മ ചെന്ന നാളെ പറഞ്ഞു നാളെ വരും. അടി കിട്ടിട്ടൊക്കെ മറന്നുണ്ടാവും. ഇനിമ്മ പറഞ്ഞിട്ട് വല്യമ്മ വന്നില്ലെങ്കിൽ ഈ നോമ്പ് 1 മാസം വല്യമ്മാനെ പറഞ്ഞേക്കണ്ടാണ്. അതെന്താ കാരണം? നോമ്പ് കഴിഞ്ഞ് സക്കാത്തും കായൊക്കെ കൊടുക്കൂലേ? അതൊക്കെ വല്യമാക്ക് ആൾക്കാരോട് കൊണ്ടുനടക്കുമല്ലോ. അപ്പൊ ഉമ്മാക്ക് മേടിക്കാൻ വേണ്ടിട്ടാവും. പറഞ്ഞേക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. പറഞ്ഞു പെരുന്നാള് കഴിഞ്ഞിട്ട് വല്യമാനെ പറഞ്ഞേക്കാം. പിന്നെ ഒന്നും കിട്ടൂലല്ലോ. എന്നോട് ആരോടും പറയണ്ട. മുത്തുമാനോടും എളിമാനോടും അമ്മായിനോടും കുഞ്ഞിമാനോടും ഒന്നും ചെന്ന് പറയണ്ടാ. ഞാൻ അവരോടൊന്നും കണ്ടിട്ട് ചില പറയാന് കണ്ടാ പറയൂലേ? ചിലപ്പം പറയും. ഉമ്മ നിന്റെ ചീത്ത തന്നെ പറയും, അല്ലെങ്കിൽ പറയില്ല. അല്ല, നിനക്ക് ചോദിക്കട്ടെ, മൂത്താപ്പ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? കണ്ടിട്ട് കൊറേ ആയിക്കണല്ലോ. അന്ന് 5 കിലോ അരിയേറ്റ് വന്നതല്ലേ? പിന്നെ വന്നിട്ട് ചെല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചാടി കളിച്ച് വന്നിരുന്നല്ലോ. ഇപ്പൊ നടക്കാനൊന്നും വെച്ചടാ. കാലൊക്കെ കളിച്ചല്ലേ. പൈലവിട്ടെ ഇരിക്കല്ലേ മൂത്താപ്പാക്ക്. പിന്നെ അതിന്റെ ഇടാ സുഖറും ഉണ്ട്. സുഖമുണ്ടോ? അന്നല്ലേ ചീര കൊണ്ടുകൊടുത്തിന്ന്? ഷുഗറിന്റെ ചീര കൊടുത്തിട്ട് എന്താ സുഖർ മാറ്റിട്ട് അത്ര
പിന്നെന്താ എലേസ എന്താണ് ഇങ്ങനെ അടിക്കല സൂചി ഇൻസുലാനോ അതൊക്കെ അടിക്കണ്ടാ അതൊക്കെ മുത്താപ്പാങ്ങനെ കൊണ്ട് അടിപ്പിക്കണ്ടത്ര അതൊക്കെ അടിക്കണ്ടെന്ന് അറിഞ്ഞു മുത്തമ്മ ഒരു സുഖരല്ലുണ്ട് പോകും ഞങ്ങള് പാവാണ് ഒരു ദിവസം ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ടേ വണ്ടി ഒന്നും വിളിക്കണ്ട ഇവിടെ നടക്കാനുള്ള പറ്റിയുള്ളൂ അല്ല ഇങ്ങോട്ട് നടക്കാൻ പറ്റാന്നല്ലേ പറഞ്ഞേ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് വേണ്ട വന്നാലോ തിന്നാൻ വേണ്ടി വരല്ലേ മുത്താപ്പാക്ക് അപ്പോഴും ബുദ്ധിമുട്ടൊക്കെ അല്ലേ അപ്പൊ നമ്മളവിടെ പോയി കാണല്ലേ നല്ലത് നല്ല തിന്നാനും വേണ്ടി വരല്ലേ മുത്താപ്പ വന്നത് അങ്ങനൊന്നുമില്ല മുത്താപ്പ ഉണ്ടായാലും എനിക്കും തിന്നാലോ സമ്മതിക്കണില്ല എന്തായാലും എനിക്കൊന്ന് കാണാനായിരുന്നു 2 ദിവസം കൊടുന്നെടുത്ത് ഞാൻ പോവാ ഞാൻ എമ്മാനെ സോപ്പിടട്ടെ അല്ലെങ്കിൽ അമ്മ ഞാൻ സമൂസ ഉണ്ടാക്കാണ്ടേ അപ്പൊ ഇനി അതും കൂടി ഇല്ലാതാക്കും ഉമ്മ ചെലപ്പോ ഉണ്ടാക്കൂല അല്ല സമൂസ ആരാ ഉണ്ടാക്കണ ആള് ഒക്കെ അമ്മ ഞാൻ ഒക്കെ ഉണ്ടാക്കാന്ന് അറിയില്ല ഞാൻ തന്നെ അറിയുള്ളൂ അല്ല കുഞ്ഞപ്പോ വേറൊന്നുമില്ല ഈ സമൂസ തന്നെ ഉള്ളൂ സാറ് കോഴിമുട പൊഴിഞ്ഞിട്ട് ചാറുണ്ടാക്കും അതും പത്തിരിയും ഞാൻ എന്നായിക്കോട്ടെ ഞാൻ പോയാൽ നോക്കിക്കിടും